അക്കാഡമി പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചൊവ്വയുടെ ബാക്കി ഭാഗമാണ്. ചൊവ്വ അഥവാ മാർസ്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വയിൽ കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? എന്താണ്? കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. എന്താണ്? കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. ഓക്കെയാണോ? എന്താണ്? കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. ഓക്കെയാണോ? അപ്പോൾ കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ, അല്ലേ? അപ്പോൾ എന്തിൻ്റെ സാന്നിധ്യമാണ് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്? എന്തിൻ്റെയാണ്? അയൺ ഓക്സൈഡിൻ്റെയാണ്. ഓക്കെയാണോ? അപ്പോൾ എന്തിൻ്റെ സാന്നിധ്യമാണ് ചൊവ്വയ്ക്ക് ചുവപ്പ് നിറം നൽകുന്നത്? എന്തിൻ്റെ സാന്നിധ്യമാണ്? അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. ഓക്കെയാണോ? എന്തിൻ്റെ സാന്നിധ്യമാണ്? അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ്. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ടാണ് സോജേർണർ. എന്താണ്? ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ട് ഏതാണ്? സോജേർണർ ആണ്. ഏതാണ്? സോജേർണർ ആണ്. ഓക്കെയാണോ? അപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ടാണ് സോജേർണർ. ഏതാണ്? സോജേർണർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചൊവ്വയെ പറ്റിയാണ്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. അതുപോലെ തന്നെ കാൾ സാഗൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച ആദ്യ റോബോട്ടാണ് സോജേർണർ. അതുപോലെ ചൊവ്വയുടെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തുവാണ് അയൺ ഓക്സൈഡ്. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. നമ്മളിനി മംഗൾയാനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ ചൊവ്വയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ചൊവ്വ ദൗത്യമാണ് എന്ത്? മംഗൾയാൻ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ഓക്കെയാണോ? എന്താണ്? ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. ചൊവ്വ ദൗത്യത്തിലെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. എന്താണ്? ചൊവ്വ ദൗത്യത്തിലെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. ഓക്കെയാണോ? അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ആദ്യ ചൊവ്വ ദൗത്യവും മംഗൾയാനാണ്. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. അതുപോലെ തന്നെ ചൊവ്വ ദൗത്യത്തിലെ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയം കൈവരിച്ച ആദ്യ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് 2013 നവംബർ 5. എന്താണ്? മംഗൾയാൻ പേടകം ഇന്ത്യ വിക്ഷേപിച്ചത് എന്നാണ്? 2013 നവംബർ 5 എന്നാണ്? 2013 നവംബർ 5. മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനമാണ് PSLV-C 25. എന്താണ്? മംഗൾയാനെ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C 25. ഏതാണ്? മംഗൾയാനെ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? PSLV-C 25. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഭാരം 1337 കിലോഗ്രാം ആയിരുന്നു. എന്താണ്? മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഭാരം എത്രയായിരുന്നു? 1337 കിലോഗ്രാം ആയിരുന്നു.
മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ ദിവസം 2014 സെപ്റ്റംബർ 24-നാണ്. മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ ദിവസം എന്നാണ്? 2014 സെപ്റ്റംബർ 24-നായിരുന്നു. ഓക്കെയാണോ? അപ്പോൾ മംഗൾയാൻ പേടകം വിക്ഷേപിച്ചത് 2013 നവംബർ 5-നും മംഗൾയാനെ ഭ്രമണപഥത്തിലെത്തിച്ച ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനമാണ് PSLV-25. അതുപോലെ തന്നെ മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ഭാരം എത്രയാണ്? 1337 കിലോഗ്രാം ആണ്. മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ ദിവസം എന്നാണ്? 2014 സെപ്റ്റംബർ 24-നായിരുന്നു. മംഗൾയാനിലെ പ്രധാന ഉപകരണങ്ങളാണ് മീഥെയ്ൻ സെൻസറും കളർ ക്യാമറയും. മംഗൾയാനിലുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? മീഥെയ്ൻ സെൻസറും കളർ ക്യാമറയുമാണ്. ഏതൊക്കെയാണ്? മീഥെയ്ൻ സെൻസറും കളർ ക്യാമറയുമാണ്. മംഗൾയാൻ ദൗത്യത്തിലെ തലവൻ ആരായിരുന്നു? പി കുഞ്ഞികൃഷ്ണനായിരുന്നു. മംഗൾയാൻ ദൗത്യത്തിൻ്റെ തലവൻ ആരായിരുന്നു? പി കുഞ്ഞികൃഷ്ണനായിരുന്നു. ആരാണ്? പി കുഞ്ഞികൃഷ്ണൻ ആയിരുന്നു. മംഗൾയാൻ ദൗത്യത്തിൻ്റെ പദ്ധതി ചെലവ് 450 കോടിയായിരുന്നു. മംഗൾയാൻ ദൗത്യത്തിൻ്റെ പദ്ധതി ചെലവ് എത്രയാണ്? 450 കോടിയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാനാണ്. ആ മംഗൾയാൻ്റെ പദ്ധതി ചെലവ് എത്രയാണ്? 450 കോടിയാണ്. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? കെ രാധാകൃഷ്ണനായിരുന്നു. ആരാണ്? കെ രാധാകൃഷ്ണൻ ആയിരുന്നു. ഓക്കെയാണോ? മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ISROയുടെ ചെയർമാൻ ആരാണ്? കെ രാധാകൃഷ്ണനാണ്. ആരാണ്? കെ രാധാകൃഷ്ണനാണ്. ഓക്കെയാണോ? അപ്പോൾ മംഗൾയാനിലെ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു? മീഥെയ്ൻ സെൻസറും കളർ ക്യാമറയുമായിരുന്നു. മംഗൾയാൻ ദൗത്യത്തിൻ്റെ തലവൻ ആരായിരുന്നു? പി കുഞ്ഞികൃഷ്ണനായിരുന്നു. മംഗൾയാൻ ദൗത്യത്തിൻ്റെ പദ്ധതി ചെലവ് എത്രയായിരുന്നു? 450 കോടിയായിരുന്നു. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്തെ ISROയുടെ ചെയർമാൻ ആരായിരുന്നു? കെ രാധാകൃഷ്ണനായിരുന്നു. മംഗൾയാൻ ദൗത്യത്തിലെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? എസ് അരുണനായിരുന്നു. ആരാണ്? എസ് അരുണൻ. മംഗൾയാൻ ദൗത്യത്തിലെ പ്രോജക്റ്റ് ഡയറക്ടർ ആരാണ്? എസ് അരുണനാണ്. ആരാണ്? എസ് അരുണനാണ്. ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ കൂടാതെ ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയച്ച മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസികൾ. ഏതാണ്? റഷ്യയും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസി. അപ്പോൾ ചൊവ്വയിലേക്ക് ബഹിരാകാശ പേടകം അയക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ലോകത്താകമാനം ചൊവ്വയിലേക്ക് ഇതുവരെ നടന്ന ദൗത്യം 51 ലോകത്താകമാനം ചൊവ്വയിലേക്ക് ഇതുവരെ നടന്ന ദൗത്യങ്ങൾ എത്രണ്ണമാണ്? 51. ഇതിൽ 21 വിജയിച്ചു.